എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായ നല്ലൊരു തേങ്ങ അരച്ച മീൻകറിയാണ്. കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് 750 ഗ്രാം അളവിൽ നല്ല ദശക്കട്ടിയുള്ള മീനാണ്. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന മീനെ നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അരമുറി നാളികേരവും 1/2 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1/2 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കൂടുതൽ അളവിൽ കൊച്ചുള്ളിയാണ്. ഇനി നമുക്ക് കൊച്ചുള്ളി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് വഴറ്റാം. കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളക് കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ടും. വഴറ്റുന്ന കൊച്ചുള്ളി നല്ലതുപോലെ മുരിഞ്ഞു പാകായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന പാകത്തിൽ നമുക്കിതിലേക്ക് നാളികേരം കൂടി ചേർക്കാം. നാളികേരം ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായ കുടംപുളി കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്ത് കൂടി വെക്കണം. ഇപ്പോൾ നമ്മുടെ നാളികേരത്തിന്റെ ചൂടാറി വന്നിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചും വെക്കണം. അതിനുശേഷം ചൂടായ മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയതിനു ശേഷം നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അരപ്പും ചേർത്ത് ഒന്നുകൂടി ഇളക്കി മുരിയിച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളവും ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കറി തിളക്കുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കറി നല്ലവണ്ണം തിളച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ചേർക്കാം. മീനും ചേർത്ത് കറി നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. 3 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് കറി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫുൾ വീഡിയോ കാണാനും മറക്കല്ലേ.